എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ശിവൻ വക്കീലിനെ പോയി കാണുന്നു. അപ്പം വക്കീൽ പറയുന്നുണ്ട് വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല, ഇനിയിപ്പോൾ അടുത്ത ഹിയറിങ്ങിൽ ജാമ്യം കിട്ടാനുള്ള ചാൻസ് ഉണ്ട്, എങ്ങനെയെങ്കിലും ആ പോക്സ് വന്നെടുത്ത് ഒഴിവാക്കി തന്നാൽ മതി, ബാക്കി കാര്യങ്ങൾ ഞാൻ ഏറ്റു എന്ന് പറയുന്നുണ്ട്. അന്നേരം ശിവൻ പറയും ഞാൻ അവരെ പോയി കണ്ടായിരുന്നു, ശരണ്യയുടെ അച്ഛനെ കണ്ട കാര്യമാണ് പറയുന്നത്. അയാളെ കണ്ടിട്ട് ഇത്തിരി കണ്ണിച്ചോരയുള്ള പോലെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ എൻ്റെ സങ്കടങ്ങൾ പറഞ്ഞപ്പോൾ അങ്ങേരും ഒരച്ഛനാണല്ലോ, എൻ്റെ വിഷമം അങ്ങേർക്ക് മനസ്സിലായി എന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും മാറ്റം ഉണ്ടാകും എന്ന് പറയുമ്പം വക്കീൽ ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് വിളിച്ചായിരുന്നോ എന്ന്. അന്നേരം ശിവൻ പറയും ഞാൻ വിളിച്ചില്ല, വിളിച്ച് ഇനി സംസാരിച്ച് എന്തെങ്കിലും മുഷിച്ചിലുണ്ടായാൽ ശരിയാകിയല്ലോ എന്ന് കരുതി വിളിക്കാനൊന്നും പോയില്ല, ചിലപ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടാകും എന്ന് പറയും. അന്നേരം വക്കീൽ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ പ്രാവശ്യം ജാമ്യം കിട്ടിയിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഈ പണി നിർത്തുമെന്ന് പറയുക. അന്നേരം ശിവൻ ചോദിക്കും ഇതല്ലാതെ വേറെ ഏതെങ്കിലും പണി അറിയാവോ എന്ന്. അന്നേരം ചിരിച്ചുകൊണ്ട് ഇല്ല, ഈ പണിയെ അറിയത്തുള്ളൂ എന്ന് പറയുമ്പോൾ എന്നാൽ ഉള്ള ജോലി താൻ കളയണ്ട, ഏതായാലും മാക്സിമം ശ്രമിക്കുക, അത്രയെങ്കിലും ചെയ്താൽ മതി എന്ന് പറയുവാണ്. എന്നിട്ട് പോകാൻ തുടങ്ങുക കേട്ടോ. എന്നിട്ട് അങ്ങേരോട് പറയുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ ക്ലബ്ബിലോട്ട് വന്നേരം ഞാൻ അവിടെ കാണുമെന്ന്. അങ്ങനെ അങ്ങേര് പോയതിന് ശേഷം വണ്ടി കയറാൻ തുടങ്ങുമ്പോഴേക്കും ശിവനെ മനു വിളിക്കും. എന്നിട്ട് ഗംഗാധരൻ വരുന്ന കാര്യം പറയുക. അന്നേരം ഗംഗേട്ടൻ എന്താ ഇങ്ങനെ പെട്ടെന്ന് എന്ന് ചോദിക്കുമ്പോൾ അതറിയില്ല, 1 മണിക്കൂറിനകം എത്തുമെന്ന് പറഞ്ഞാൽ അച്ഛനും വരികയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം എന്ന് പറഞ്ഞിട്ട് ശിവൻ ഫോം വയ്ക്കുന്നു. അതിനുശേഷം മനു സിറ്റൗട്ടിൽ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുക കേട്ടോ ഗംഗാധരൻ വരുന്നത്. എന്തിനാ വരുന്നത്, ഇനി അടുത്ത പ്രശ്നം എന്താ എന്ന് അറിയത്തില്ലല്ലോ, അതിൻ്റെ ഒരു ആകാംക്ഷയിൽ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ വണ്ടി വന്ന് നിൽക്കുന്നു. അന്നേരെ വലിച്ച എന്ന് വിളിച്ചുകൊണ്ട് മനു ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് ഞാൻ വന്നത് നീ എങ്ങനെ അറിഞ്ഞേ, ഇത്ര പെട്ടെന്ന് ഇങ്ങനെ മുകളിൽ നിന്ന് ഇറങ്ങി വന്നത് എന്നൊക്കെ ചോദിക്കുമ്പം ഞാൻ ഈ സിറ്റൗട്ടിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു, വെളിച്ചൻ വരാൻ നോക്കിയിരിക്കുമായിരുന്നു, എന്താ പ്രശ്നം എന്ന് അറിയത്തില്ലല്ലോ, അതൊന്നും അറിയാൻ വേണ്ടിയായിരുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും ഇല്ലടാ, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം, അതിനുവേണ്ടി വന്നേ ഉള്ളൂ, എങ്ങനെയാ വൈജയന്തി ഇവിടെ തന്നെ ഉണ്ടോ എന്ന് ചോദിക്കും. ഉണ്ട് എന്ന് പറയും. ശിവൻ എത്താറായില്ലേ, അവൻ്റെ വണ്ടി കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പം തന്നെ അച്ഛൻ വരും, വെളിച്ചൻ വാ എന്ന് പറഞ്ഞ് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. പിന്നെ അകത്ത് പോയി ഒരു ചായയൊക്കെ കുടിക്കാൻ വേണ്ടി ഇരിക്കുവാണ്. ചായയൊക്കെ ഇട്ടുകൊണ്ട് കൊടുക്കുന്നത് രഞ്ജുവാണ്. അന്നേരം ഗംഗാധരൻ ചോദിക്കുന്നുണ്ട് ഇവിടുത്തെ അടുക്കള ഭരണം ഇവളെ ഏറ്റെടുത്തോ എന്ന്. അന്നേരം മനു പറയും ഏകദേശം എന്ന് പറയുക. അന്നേരം കമല പറയുന്നുണ്ട് അതെ, എനിക്ക് തീരെ വയ്യ, കുറച്ച് ദിവസങ്ങളായിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര ക്ഷീണമാണ്, മേലുവേദനയും കാലുവേദനയും മുട്ടുവേദനയും ഒക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കുറേ വേദനകളുടെയും കഷ്ടപ്പാടിൻ്റെയും കാര്യമൊക്കെ പറയുമ്പം രഞ്ജു പറയുന്നുണ്ട് അതേ വലിച്ച, ഇവിടെ ആൻറ്റി വന്നേ പിന്നെ അമ്മയ്ക്ക് തീരെ പറ്റിയല്ല, അന്ന് തൊട്ട് എനിക്ക് ആ പണി എന്ന് പറയും. അന്നേരം ഗംഗാധരൻ ചിരിച്ചുകൊണ്ട് അങ്ങനെയാണോ കമല എന്ന് ചോദിക്കും. അന്നേരം പിന്നെ എൻ്റെ അവസ്ഥ എനിക്കല്ലേ അറിയത്തുള്ളൂ, ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ഇതിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുമെന്ന് പറയുമ്പം രഞ്ജു പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് സത്യമാണ്, അല്ലെങ്കിൽ ഇതേ മനുവേട്ടനോട് ചോദിച്ചു നോക്കാൻ. അന്നേരം മനു പറയും നോ കമൻസ്, എന്നോട് ഒന്നും ചോദിക്കേണ്ട വെല്ലിച്ച, ഞാൻ ഇതിനെപ്പറ്റി അഭിപ്രായം പറയില്ല എന്ന്. കമലയെ നന്നായിട്ട് അറിയാമല്ലോ, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. അത് കഴിഞ്ഞ് ഹരിയുടെ കാര്യം ചോദിക്കും. അന്നേരം കമല എൻ്റെ കുഞ്ഞിനെ ഞാൻ കണ്ടിട്ട് കാലം എത്ര ആയെന്നറിയാവോ, അവൻ്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് വിഷമമാണ്, അവൻ ഒരു തെറ്റും ചെയ്യാതെയാണ് അകത്ത് കിടക്കുന്നത്, ബാക്കിയെല്ലാം ഉള്ളവന്മാരെല്ലാം രക്ഷപ്പെട്ടു, എൻ്റെ കുഞ്ഞ് മാത്രമാണ് കഷ്ടപ്പെടുന്നത് എന്നൊക്കെ പറയുമ്പം മനുവിന് ദേഷ്യം വരുന്നുണ്ട്. അന്നേരം കമല പറയുക ഇവരാരും നേരാവണം എൻ്റെ കുഞ്ഞിനെ ഇറക്കാൻ വേണ്ടി ശ്രമിക്കുന്നു പോലും ഇല്ല എന്ന്. അന്നേരം അതെന്താ മനു അങ്ങനെ എന്ന് ഗംഗാധരൻ ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട് ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അമ്മ ഇതുവരെ വന്നിട്ടില്ല, വരാറുമില്ല, പിന്നെ ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ കേസിൻ്റെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അമ്മ വിചാരിക്കുന്നത് പോലെ അവനൊരു പേന കട്ടതിനോ അല്ലെങ്കിൽ സ്കൂളിൽ അടിപിടി ഉണ്ടാക്കിയതിനോ അല്ല അകത്ത് കിടക്കുന്നത്. അമ്മയ്ക്ക് ഇപ്പോഴും അമ്മയുടെ മോൻ നന്നായോ, അവൻ്റെ സ്വഭാവം മെച്ചപ്പെട്ടോ, ഇനി അവൻ ഇങ്ങനെ ഒരു തെറ്റിലേക്ക് പോകാത്ത രീതിയിലേക്ക് അവൻ മാറിയോ എന്നൊന്നും അല്ല അറിയേണ്ടത്, അവൻ എങ്ങനെയെങ്കിലും ഇറക്കിക്കൊണ്ട് വരാം, അത്ര മാത്രമേ ഉള്ളൂ, ഇതൊന്നും പറഞ്ഞാൽ ശരിയാകിയല്ല വലിച്ച എന്ന് പറയും. അന്നേരം ഏകദേശം ഗംഗാധരൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട്, അതുകൊണ്ട് തന്നെ സാരമില്ല കമല, എല്ലാം ശരിയാകും എന്ന് പറയും. എന്നിട്ട് വൈജയന്തി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുവാണ്. അന്നേരം രഞ്ജു പറയും മുകളിൽ എന്തോ ഒഫീഷ്യൽ കോളുകളാണ്, അത് കഴിയുമ്പോൾ ഇറങ്ങി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. അങ്ങനെ ഇവർ കുറച്ച് നേരം സംസാരിച്ചുകൊണ്ടിരുന്ന് കഴിയുമ്പോഴേക്കും വൈജയന്തി ഇറങ്ങി വരും. എന്നിട്ട് കാണുന്ന ചോദിക്കും എന്താ ഗംഗേട്ട പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നത്, എന്തെങ്കിലും വിശേഷമുണ്ടോ എന്ന്. അന്നേരം ഗംഗാധരൻ ചോദിക്കും ഇതെന്തൊരു കഷ്ടമാണ്, എൻ്റെ വീട്ടിലേക്ക് എനിക്കൊന്ന് വരണമെങ്കിൽ എല്ലാവരുടെയും അനുവാദം വേണോ, ഇതിപ്പോൾ എത്ര പേരാണ് മാറി മാറി ചോദിക്കുന്നത് എന്ന് ചോദിക്കുമ്പം വൈജയന്തി പറയുന്നുണ്ട് അല്ല ഗംഗേട്ടൻ സാധാരണ ഇങ്ങനെ പെട്ടെന്നൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ആളല്ല, അതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ ഒരു സംശയം ചോദിക്കുന്നത് എന്ന് പറയുവാണ്. അന്നേരം ഗംഗാധരൻ വൈജയന്തിയോട് ചോദിക്കും അതെന്തെങ്കിലും ആവട്ടെ, നിൻ്റെ മക്കൾ എന്ത് ചെയ്യും, അവർ നിന്നെ വിളിക്കാറുണ്ടോ, നീ അവിടുന്ന് മാറി നിൽക്കുന്നതിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം എന്ത് ബുദ്ധിമുട്ട്, അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല, ഇപ്പോഴും കണ്ടവൻ്റെ വീട്ടിൽ കറങ്ങാൻ പോയേക്കുവാണ്, കണ്ടവൻ്റെ വീട്ടിൽ പോയി കിടന്ന് തിന്നുന്നതിന് യാതൊരു നാണവും ഇല്ല ഒരെണ്ണത്തിനും, അതിനെല്ലാം അനുവദിച്ചു കൊടുക്കുന്ന ഒരു അച്ഛനാണ് അവരുടെ കൂടെ
കൂടെ ഉള്ളത്. അതുകൊണ്ട് അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയുള്ളിടത്ത് ഞാൻ പിന്നെ കൂടുതൽ അന്വേഷിക്കാൻ പോകേണ്ട കാര്യമില്ല എന്ന് പറയുമ്പം ഗംഗാധരൻ പറയും, അങ്ങനെയല്ല വൈജയ്, നീ ഇടയ്ക്ക് അവരോട് സംസാരിക്കണം, അവരുടെ ഭാഗവും കേൾക്കണ്ടേ, അവർക്കും ഇതിൻ്റെ അകത്ത് അഭിപ്രായം പറയാൻ കാണില്ലേ എന്നൊക്കെ ചോദിക്കുമ്പം എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എന്നെ വേണ്ടാത്തവർ എനിക്കും വേണ്ട, അത്ര മാത്രമേ എനിക്കുള്ളൂ. ഇത്രയും നാളും നിങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു? അലീന ബാലേന്ദ്രൻ്റെ മകളാണ് എന്ന ആ കള്ളം കഴിഞ്ഞ ദിവസത്തോടു കൂടി പൊളിഞ്ഞു. അവിടെ എല്ലാ കാര്യങ്ങളും ഏറ്റു പറഞ്ഞിട്ടുണ്ട് അലീനയും ബാലേന്ദ്രനും. അത് എൻ്റെ മക്കൾ അറിഞ്ഞു, ബബിത രഞ്ജുവിനോട് പറഞ്ഞു. ഇപ്പം എല്ലാവർക്കും സമാധാനമായല്ലോ, ഞാൻ എന്തെങ്കിലും പറയുമ്പോഴായിരുന്നല്ലോ നിങ്ങളുടെയൊക്കെ ബുദ്ധിമുട്ട് എന്നിങ്ങനെ പറയുവാണ്. എന്നിട്ട് എല്ലാവരും കൂടെ കള്ളത്തരം ഒളിച്ചു വയ്ക്കാൻ കൂട്ടുനിന്നു എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പം ദേഷ്യം വരുന്നുണ്ട് മനുവിന്. അന്നേരം അതെ ആൻറ്റി, ഇപ്പം എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയത് ഞങ്ങളാണ് എന്നുള്ള രീതിയിലാണല്ലോ ആൻറ്റി സംസാരിക്കുന്നത്, അതെന്താ അങ്ങനെ എന്നൊക്കെ ചോദിച്ചു വരുന്നതേക്കും വൈജയന്തി, ദേ മനു, എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല, നീ ഇതിൻ്റെ ഇടയ്ക്ക് കയറേണ്ട കാര്യമില്ല, ഞാൻ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഏട്ടനോടാണ് എന്ന് പറയും. അദ്ദേഹം കമല എഴുന്നേറ്റ് വരും. എന്നിട്ട് ചോദിക്കും, നീ എന്തിനാടാ അവർ സംസാരിക്കുന്നതിന് ഇടയ്ക്ക് കയറി ഇടപെടുന്നത്, അവർ സംസാരിച്ചോളൂ, നീ ആവശ്യമില്ലാതെ ഇടപെടണ്ട എന്ന് പറയുവാണ്. അന്നേരം മനു ആയിക്കോട്ടെ, ഇനി എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മനു അങ്ങ് പോകും. അന്തേക്കും ഗംഗാധരൻ, ഇതെന്ത് പണിയാണ് കാണിച്ചത്, അവനെ പിണക്കി വിട്ടല്ലോ, അവനങ്ങനെ പിണക്കി വിടേണ്ട കാര്യമില്ലായിരുന്നു എന്ന് പറയുമ്പം ശരിക്കും ഞാൻ അലീനയെക്കുറിച്ചോ ബാലേന്ദ്രനെക്കുറിച്ചോ സംസാരിച്ച് തുടങ്ങുമ്പം ഇങ്ങനെയൊരു ഓടിപ്പോക്കെ എല്ലാവർക്കും ഉള്ളതാണ്, അത് എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുമ്പം ഗംഗാധരൻ ഒന്നും മിണ്ടുന്നില്ല. എന്നിട്ട് പറയുവാണ്, ഞാൻ അവനെ ഒന്ന് പോയി ഒന്ന് കൂളാക്കട്ടെ, ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് അവിടെ നിന്ന് പോകും. പോയി കഴിയുമ്പം കമല പറയുന്നുണ്ട്, ഈ ഒരു കാര്യത്തിൽ ഇവിടുത്തെ ആണുങ്ങൾക്കൊക്കെ എന്നാ ഒരു ഒത്തൊരുമയാണ്, നമ്മളെ കുറ്റപ്പെടുത്താനായിരുന്നെങ്കിൽ 100 നാവായിരുന്നേനെ എന്ന് പറയുമ്പം വൈജയന്തി പറയുന്നുണ്ട്, അത് നേരാ, ഇതിപ്പം എൻ്റെ ആങ്ങളമാർ തന്നെയാണോ ഇതുങ്ങളൊക്കെ എന്നാണ് എനിക്ക് സംശയം എന്ന് പറയുന്നുണ്ട്. ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് നിൽക്കുവാണ് വൈജയന്തി. പിന്നെ കാണിക്കുന്നത് മുത്തശ്ശിയാണ്. മുത്തശ്ശിയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് ഗംഗാധരൻ. അന്നേരം മുത്തശ്ശി ഈ സെയിം കാര്യം ചോദിക്കൂട്ടോ, ഇതെന്താ നീ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നത്, എന്തെങ്കിലും കാര്യം ഉണ്ടോടാ എന്നൊക്കെ ചോദിക്കുമ്പോൾ കാര്യമൊക്കെ ഉണ്ട്, പറയാമേ എന്ന് പറഞ്ഞാൽ അടുത്തിരിക്കും. എന്നിട്ട് ബാലേന്ദ്രൻ ചെന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. അന്നേരം അവൻ എന്തിനാ അയാളെ അന്വേഷിച്ച് നടക്കുന്നത്, നീ അഡ്രസ്സ് കൊടുക്കണ്ടായിരുന്നു എന്ന് പറയുമ്പം ഗംഗാധരൻ പറയുന്നുണ്ട്, ഞാൻ അഡ്രസ്സ് കൊടുത്തില്ലെങ്കിൽ അയാൾ അവിടെ കിടന്ന് ചീത്ത പറയും, കണ്ടതെല്ലാം വിളിച്ചു പറയും, അതൊന്നും കേട്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് കരുതിയാണ് ഞാൻ അഡ്രസ്സ് കൊടുത്തത്. ഇന്നോ നാളെയോ അയാൾ മിക്കവാറും സ്റ്റാൻഡിൽ പോയി കാണും, പിന്നീട് എന്താ സംഭവിക്കുന്നത് അറിയത്തില്ല എന്നൊക്കെ പറയുമ്പം മുത്തശ്ശി ചോദിക്കും, അവൻ നിൻ്റെ വീട്ടിലോട്ടാണോ വന്നത് എന്ന്. അന്നേരം അല്ല, അവിടെ ഒരു ഹോട്ടലിൽ റൂം എടുത്തിട്ട് എന്നെ അങ്ങോട്ട് വിളിക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ മുത്തശ്ശി ചോദിക്കുവാണ്, നീ എന്തിനാ അവൻ വിളിക്കുന്നിടത്തൊക്കെ പോകുന്നേ, അപ്പോൾ നീ നിൻ്റെ പണി നോക്കടാ എന്നങ്ങ് പറയണമായിരുന്നു എന്ന്. അന്നേരം ഗംഗാധരൻ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ നേരെ തിരിച്ചിങ്ങോട്ട് വരും, ഒരു കുടുംബയോഗം വിളിച്ച് എന്തൊക്കെയാണ് സംഭവിച്ചതെന്നും നമ്മൾ എല്ലാവരും കൂടി അയാളെ ചതിച്ചു എന്നുള്ള കാര്യങ്ങൾ മൊത്തം വിളിച്ചങ്ങ് പറയും, പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോമേ, പിന്നെ വൈജയുടെ അവസ്ഥയൊന്ന് ഓർത്ത് നോക്കിയേ എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം മുത്തശ്ശി അങ്ങനെ വിഷമിച്ച്, ഇനി എന്നാ ചെയ്യുന്നേ, അവൻ എന്തിന് ഈ സ്റ്റാൻലിയുടെ അടുത്തേക്കോ അവളെ കൊണ്ടുവിടാൻ പോകുന്നത് എന്നൊക്കെ ചോദിച്ച് മുത്തശ്ശിക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ലേ. അത് കഴിഞ്ഞ് ഇനി ഇതിൽ നിന്നൊന്നോ തലയൂരാൻ എന്താടാ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പം ഗംഗാധരൻ പറയുന്നുണ്ട്, ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, വൈജയന്തി കടപ്പാട്ടൂർ പോയി നിൽക്കണം, അതുപോലെ അലീനെ അവിടെ പിടിച്ചു നിർത്തുകയും ചെയ്യണം, അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ പോകും എന്ന് പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അത് നടക്കുമെന്ന് തോന്നുന്നില്ല, ഞാൻ ഒരുപാട് തവണ ഞാൻ അവളോട് സംസാരിച്ചു വൈജയന്തിയോട്, അവൾ ഒരു തരത്തിലും അടുത്ത് വരുന്നില്ല, അവൾക്ക് അത് സഹിക്കാൻ പറ്റത്തില്ല, അലീനെ അവിടെ നിർത്താൻ സമ്മതിക്കത്തില്ല എന്ന് അവൾ പറയുന്നത്. അതുപോലെ അലീന വന്നപ്പോഴും ഞാൻ അവളോട് പറഞ്ഞു, മോളെ നീ ഇവിടുന്ന് പോകരുത് എന്ന്. അവളുടെ മനസ്സോടെ അല്ല ഇവിടുന്ന് പോകുന്നത്, അവൾ ആ കുഞ്ഞുങ്ങളെ എല്ലാം മെരുക്കിയെടുത്ത് ഒരു കോഴിക്കുഞ്ഞുങ്ങളെ ചെറുകിനിടയിൽ കൊണ്ട് നടക്കുന്നത് പോലെ മെരുക്കി സ്വഭാവമൊക്കെ നന്നാക്കി കൊണ്ട് നടക്കുക, ഇവൾക്ക് ഇത് എന്തിൻ്റെ കേടാ പെങ്കൊച്ചിനെ അവിടെ നിന്ന് പറഞ്ഞു വിടാഞ്ഞിട്ട് എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. അന്നേരം ദേഷ്യത്തോടെ ഗംഗാധരൻ പറയുവാണ്, ചില സമയത്ത് ഞാനങ്ങ് കരുതും എല്ലാം ഒറ്റയടിക്ക് അങ്ങ് പൊട്ടിക്കാമെന്ന്, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വൈജയന്തിയുടെ കാര്യം ഓർക്കുമ്പം എനിക്ക് വിഷമമാണ്. കാരണം വൈജയന്തി പിന്നീട് ആരോടൊക്കെ സമാധാനം പറയേണ്ടി വരും, സ്വന്തം മക്കളുടെ മുന്നിൽ പോലും അവൾ തനുകൂലിച്ച് നിൽക്കേണ്ടി വരില്ലേ, അത് ഓർക്കുമ്പോഴാണ് ഞാൻ ക്ഷമിക്കുന്നത് എന്നൊക്കെ പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട്, നമ്മളായിട്ട് ഒന്നും തുറന്ന് പറയണ്ട, പോകുന്നിടത്തോളം അങ്ങ് പോട്ടെ, എന്നിട്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങ് സംഭവിക്കട്ടെ എന്നാണ് മുത്തശ്ശി പറയുന്നത്. ഏതായാലും നല്ല ടെൻഷനിലാണ് ഗംഗാധരൻ. അതുപോലെ ഗംഗാധരൻ ഇതിനിടയ്ക്ക് മുത്തശ്ശിയോട് പറയുന്നുണ്ട് കേട്ടോ, ബാലേന്ദ്രൻ എന്നോട് സംസാരിക്കുന്ന ഭാഷയൊന്നും അമ്മ കേട്ടിട്ടില്ലല്ലോ, തൊലി ഉരിഞ്ഞു പോകുമെന്ന്. അന്നേരം അവൻ നിന്നെ ചീത്ത വിളിക്കൂടാ എന്ന് ചോദിക്കുമ്പം
ചീത്ത വിളിച്ചാലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു, ഒരു തല്ല് തന്നാലും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അവൻ്റെ സംസാരത്തിന് മുമ്പിൽ ഒരു രക്ഷയില്ലമ്മേ, നമ്മൾ നിന്ന് ഉരുകുവാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ മുത്തശ്ശിക്ക് വിഷമമാവുന്നുണ്ട്. പിന്നെ അവിടുന്ന് ഇറങ്ങിയതിന് ശേഷം ഗംഗാധരൻ മനുവായിട്ട് സംസാരിക്കുന്നുണ്ട്. അന്നേരം മനു പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ വലിച്ച, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പം ഏതായാലും കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട്, അത് അകത്തിരുന്ന് സംസാരിച്ചാൽ ശരിയാകിയല്ല, അതുപോലെ ഫോണിൽ കൂടെ സംസാരിച്ചാലും ശരിയാകില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന്. ഇവർ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ പുറത്ത് ഊഞ്ഞാലയിലൊക്കെ ഇരിക്കുവാണ്. ആ സമയം അങ്ങോട്ടേക്ക് ശിവൻ വരും. അന്നേരം ശിവനോടും ഈ കാര്യങ്ങളൊക്കെ പറയുവേ, വന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, അത് നിന്നോട് സംസാരിക്കാനാണ് എന്നൊക്കെ പറയുന്നു. അന്നേരം ശിവൻ ചോദിക്കും, എന്താ ഗംഗേട്ട, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. അന്നേരം പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, അതെങ്ങനെയെങ്കിലും നമുക്ക് സോൾവ് ചെയ്യണം, അത് സംസാരിക്കാനാണ് ഞാൻ വന്നതെന്നും പറയുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ തീരുന്നത്. അത് കഴിഞ്ഞ് നാളത്തെ പ്രൊമോയിൽ ഗംഗാധരനുമായിട്ട് സംസാരിക്കുന്ന ശിവനെ കാണിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും സ്റ്റാൻലി ഇങ്ങോട്ട് വരുന്നതും എല്ലാ പ്രശ്നങ്ങളും എല്ലാ കാര്യങ്ങളും വൈജയന്തി അറിയുന്നതൊക്കെ തടയണം, അതിനെന്താ ചെയ്യേണ്ടത് എന്നൊക്കെ വിചാരിച്ച് ഇവർ ചർച്ച ചെയ്യുന്നു. അത് കഴിഞ്ഞ് വൈജയന്തിയോട് പോയി സംസാരിക്കുന്നുണ്ട്. വൈജയന്തി ഒരു തരത്തിലും അടുക്കുന്നില്ല. അന്നേരം ഗംഗാധരൻ പറയുന്നുണ്ട്, നീ ഒരു കാര്യം മനസ്സിൽ കുറിച്ചിട്ടോ, അലീന ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ കുടുംബം നീ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങിയില്ല, അത് നീ കണ്ടോ എന്ന് പറയുന്നുണ്ട്. അന്നേരവും വൈജയന്തി പറയുന്നത്, വൈജയന്തിക്ക് ജീവനുള്ളിടത്തോളം കാലം അലീനയുടെ കൂടെ ജീവിക്കില്ല, അത് സാധിക്കില്ല എന്ന് തന്നെയാണ്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നോർത്ത് അങ്ങ് ദേഷ്യത്തോടെ നിൽക്കുവാണ് ഗംഗാധരൻ.